നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. നമ്മളിതിലേക്ക് ക്യാരറ്റും ബ്രെഡൊക്കെ ഒന്ന് മിക്സ് ചെയ്താണ് ചെയ്തെടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ക്യാരറ്റ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. വെയിറ്റിലെടുക്കുകയാണെങ്കിൽ 250 ഗ്രാമിന് അകത്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് പാല്, 1/4 കപ്പ് വെള്ളം, പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൽ ഒരു 2-3 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. പാലിൽ നമ്മൾ വേവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മളിതിന് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടൊരു പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ചൂട് മാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് തിക്ക് പേസ്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ടൈമിൽ തന്നെ ഒരു ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചൈന ഗ്രാസും കൂടി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ടൈം മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് നല്ലപോലെ സോക്കായി വരും. ആ ഒരു ചൈന ഗ്രാസ് സോക്കായി വന്നതിന് ശേഷം വേണം നമ്മൾ പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മൾ ബ്രെഡിലല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലെയറിൽ നമുക്കൊരു ബ്രെഡ് ഒന്ന് കൊടുക്കാം കേട്ടോ. ഒരു ട്രേയിലേക്ക് സൈഡ് മാറ്റിയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലിൻ്റെ മിക്സാണ് എടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ പാലെടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതിൽ നമുക്കൊരു പാകത്തിന് നല്ല മധുരത്തിലാണ് കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് നമ്മളിനി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മൾ ഒരു ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽറ്റാക്കാനായിട്ട് വെച്ചോളാം കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരേ ടൈമിൽ വേണം, ഈ ഒരു പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പാല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ആ ഒരു ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഒഴിച്ച ഉടനെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മിനിറ്റ് ടൈമും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ച് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ബ്രെഡിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ സോക്കായിട്ട് ബ്രെഡ് ആ ഒരു ടോപ്പിലേക്ക് വരും കേട്ടോ. ഒരു ചൂടും കൂടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിലെ ലെയറിലേക്ക് ബ്രെഡ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിനി ആ ഒരു ബബിൾസ് അധികമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് ടോപ്പിലേക്ക് ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4-5 മണിക്കൂർ ടൈം നല്ലപോലെ തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ലപോലെ അങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു എക്സ്ട്രാ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ലെയറും കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ആ ഒരു ടോപ്പിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്